നമ്മളിനി ചിന്തിക്കാൻ പോകുന്നത് സത്യവിശ്വാസത്തെക്കുറിച്ചാണ്. എന്താണ് സത്യവിശ്വാസം? നീ എന്താണ് വിശ്വസിക്കേണ്ടത്? അതാണ് പഠിക്കാൻ പോകുന്നത്. ഒരിക്കൽ യേശുക്രിസ്തു ശിഷ്യന്മാരോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? എന്താ ചോദിച്ചത്? ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ഉടനെ ശിഷ്യന്മാർ പറഞ്ഞു, ചിലർ പറയുന്നു നീ ഏലിയാവാണ്, ചിലർ പറയുന്നു നീ മോശയാണ്, ചിലർ പറയുന്നു നീ പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഈ പറഞ്ഞത് ഏതെങ്കിലും കാര്യം സത്യമാണോ? ഇത് ഒരു സമൂഹത്തിൻ്റെ വിശ്വാസമാണ്. ഈ വിശ്വാസം സത്യമാണോ? ആണോ? യേശു ഏലിയാവാണോ? അല്ല. യേശു മോശയാണോ? അല്ല. യേശു ജെറമ്യാ പ്രവാചകനാണോ? അല്ല. പിന്നെ യേശു ആരാന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഈ ആളെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഇതാണെന്ന് അവരങ്ങ് വിശ്വസിക്കുക. നമ്മുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെയാണ്. എന്തെങ്കിലും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്? എന്തെങ്കിലുമൊക്കെ വിശ്വസിക്കുക. അപ്പോൾ യേശു ചോദിച്ചു പത്രോസിനോട്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഉടനെ പത്രോസ് യേശുവിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ആരാണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. അതുകൊണ്ട് ഈ സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ എന്നതാണ്. എന്താണ്? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഇതാണ് എന്ത്? സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം. മത്തായിയുടെ സുവിശേഷം 16 ബാക്കി വായിച്ചേ. ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. യോനായുടെ പുത്രനായ ശിമയോനെ നീ ഭാഗ്യവാൻ. ആരാണ് ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യമുള്ള മനുഷ്യൻ? യേശു ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിക്ക് പറയുന്ന പേരാണ് ഭാഗ്യവാൻ. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രൻ. ഇനി വായിച്ചേ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. അപ്പോൾ യേശു പറഞ്ഞു, എടാ നിനക്ക് ഞാൻ ദൈവമാണ്, ദൈവത്തിൻ്റെ മകനാണ് എന്ന് മനസ്സിലായത് മാംസരക്തങ്ങളുടെ വെളിപാട് കൊണ്ടല്ല. ഇപ്പോൾ ഭൂമിയിൽ 2 തരത്തിലുള്ള വെളിപാടുണ്ട്, 2 തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുണ്ട്. ഒന്ന് മാംസരക്തങ്ങളുടെ വെളിപാട്, മറ്റൊന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാട്. എന്താ ഈ മാംസരക്തങ്ങളുടെ വെളിപാട്? മനുഷ്യൻ്റെ ബുദ്ധി, ശക്തി, അറിവ്, ഇതുകൊണ്ടുണ്ടാകുന്ന വെളിപ്പെടുത്തൽ. ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി എന്ത് വെളിപാടാണ്? ഒരു വെളിപാടാണ്. അത് മനുഷ്യന് കിട്ടിയ ഒരു വെളിപ്പെടുത്തലാണ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഒരു കാന്തിക വലയത്തിനുള്ളിൽ ഒരു ഇരുമ്പ് കറങ്ങിക്കൊണ്ടിരുന്നാൽ എന്തുണ്ടാവും? ഒരു പവർ ഉണ്ടാകും. അതൊരു വെളിപ്പെടുത്തലാണ്, ഒരു വെളിപാടാണ്. എങ്ങനെയാണ് ഇതുണ്ടായത്? മനുഷ്യൻ്റെ ബുദ്ധിയും ശക്തിയും ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വെളിപ്പെടുത്തലാണ് ഇലക്ട്രിസിറ്റി. ഇതാണ് മാംസരക്തങ്ങളുടെ വെളിപാട്. ഒരു വ്യക്തി തലവേദന എടുത്താൽ എന്ത് കഴിക്കും? പാരാസെറ്റമോൾ ഗുളിക കഴിക്കും. ഇതെന്ത് വെളിപാടാണ്? മാംസരക്തങ്ങളുടെ വെളിപാട്. അങ്ങനത്തെ 100 കണക്കിന് വെളിപ്പെടുത്തലുകൾ ഇന്ന് ഭൂമിയിലുണ്ട്. എന്നാൽ ആർക്കും ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വെളിപാട് ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ആ വെളിപാട് നമ്മൾ തിരിച്ചറിയണം. എന്താണത്? യേശു ക്രിസ്തു ദൈവം. അതാകപ്പാടെ അറിയാവുന്ന ഒരൊറ്റ ആൾ മാത്രമേ ഭൂമിയിൽ ഉള്ളൂ. ആരാ? മത്തായിയുടെ സുവിശേഷം 11:26 മുതലുള്ള വാക്യം. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പിതാവായ ദൈവമല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. അപ്പോഴാണ് പത്രോസ് പറയുന്നത് നീ ദൈവപുത്രനാണ്. അങ്ങനെയാണെങ്കിൽ പത്രോസിന് ഈ ബോധ്യം കിട്ടിയത് എങ്ങനെയായിരിക്കും? പിതാവിൻ്റെ ആത്മാവ് പത്രോസിൽ പ്രവേശിച്ചതിൻ്റെ അടയാളമാണ് യേശു ക്രിസ്തു ദൈവമാണെന്ന് ഒരു വ്യക്തിക്ക് മനസ്സിലായത്. അപ്പോൾ ഒരു വ്യക്തിയിൽ ഹോളി സ്പിരിറ്റ് പ്രവർത്തിച്ചാൽ ആ വ്യക്തിക്ക് യേശു ദൈവമാണെന്ന് ബോധ്യമുണ്ടാകും. യേശു ദൈവമാണെന്ന് ബോധ്യമുണ്ടായാൽ ആ വ്യക്തി ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. കാരണം ക്രിസ്തുവിലൂടെ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു. വചനം മൂലമാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് വചനത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ട ലോകത്തിൽ വചനത്തെ വിശ്വസിക്കുന്നവന് ഇതാ ഒരു വിജയമുണ്ടാകും. വചനം വഴി അവനൊരു വിജയമുണ്ടാകും. അതുകൊണ്ട്
ക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായൊരു വെളിപാടാണ്. പത്രോസിന് ഇത് വെളിപ്പെട്ട് കിട്ടി, ഈ അഭിഷേകം വെളിപ്പെട്ട് കിട്ടി. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണിത് വെളിപ്പെടുത്തിയത്. എന്നിട്ട് പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും. ഏത് പാറമേല? യേശു ദൈവമാണെന്ന വിശ്വാസത്തിൻ്റെ മേൽ ഞാൻ, ഈ വെളിപാടിൻ്റെ മേലാണ് സഭയിരിക്കുന്നത്. അപ്പം സഭയും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഓർത്തോണം. മതം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? എൻ്റെ മതം ഇതാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ അഭിപ്രായം ഇതാണെന്ന്. മതം എന്ന വാക്കിൻ്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. എന്താണ്? അഭിപ്രായം. അപ്പം മതം എന്ന വാക്കിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഓരോ മതങ്ങൾക്കും ഓരോ അഭിപ്രായമുണ്ട് ദൈവത്തെക്കുറിച്ച്. ക്രിസ്തീയ സഭ ഒരു മതമല്ല, ഒരഭിപ്രായമല്ലത്. ആരുടെയും അഭിപ്രായമല്ല ക്രിസ്തുമതം. ചിലത് പ്രവാചകന്മാരുടെ അഭിപ്രായമാണ്. പക്ഷേ ക്രിസ്തുമതം ഒരു അഭിപ്രായമല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ്, തന്നെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടുത്തലാണ്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് വഴി പത്രോസ് നടത്തുമ്പോൾ യേശു പറഞ്ഞു, നീ പാറയാണ്, ഈ പാറമേൽ, ഈ വിശ്വാസത്തിൻ്റെ മേൽ ഞാൻ സഭ സ്ഥാപിക്കും. അതുകൊണ്ടാണ് പള്ളികൾ കൂദാശ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, 13 കല്ല് സ്ഥാപിക്കും. അതിലൊരു കല്ല് യേശുവിൻ്റെ നാമത്തിലാണ് സ്ഥാപിക്കുക. യേശുവാണ്. യേശു മൂലക്കല്ലായിട്ട് സ്ഥാപിക്കുകയാണ്. പിന്നീട് 12 അപ്പോസ്തലന്മാരുടെ പേരിൽ ഓരോ കല്ല് സ്ഥാപിക്കും. അപ്പോൾ 12 അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലിൽ യേശുവാകുന്ന അടിത്തറമേൽ മൂലക്കല്ലിൽ സഭ സ്ഥാപിക്കുന്നു. അപ്പോൾ യേശു ദൈവമാണെന്നുള്ളതാണ് സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം. എന്താണ് സഭയുടെ അടിസ്ഥാന സത്യവിശ്വാസം? യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് യേശുവാണ് ദൈവം. ഇതാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം. അതുകൊണ്ട് ഈ വിശ്വാസത്തിലാണ് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. സഭയിലെ കൂദാശകളെല്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഈ വിശ്വാസത്തിൻ്റെ അടിത്തറ തകർന്ന് ഒരു വ്യക്തി സഭയിലെ ഏത് കൂദാശ സ്വീകരിച്ചാലും ആ കൂദാശ വഴി ആ വ്യക്തിക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുകയില്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരുത്തിന് മാത്രമേ വിശുദ്ധ കുർബാനയുടെ ശക്തി പ്രകടമാകത്തുള്ളൂ. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ തൈലാഭിഷേക ശുശ്രൂഷയുടെ ശക്തി പ്രകടമാകത്തുള്ളൂ. യേശു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു ക്രൈസ്തവ വിവാഹ കൂദാശ സ്വീകരിച്ചാൽ മാത്രമേ ആ ദൈവാത്മാവിൻ്റെ അഭിഷേകം ആ കൂദാശയിൽ നിലനിൽക്കത്തുള്ളൂ. ഉദാഹരണത്തിന്, ഒരു ചെറുക്കൻ ഒരു പെണ്ണിനെ കളിപ്പിച്ചിട്ട് പറയും, മാനസിക രോഗിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ MBA കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം ഉറപ്പിച്ച് അവരെ വഞ്ചിച്ച് കല്യാണം നടത്തിയാൽ ആ കല്യാണം കൂദാശ എന്ന ക്രിയ നടത്തിയതുകൊണ്ട് മാത്രം ആ വിവാഹം യഥാർത്ഥത്തിൽ ദൈവതിരസനയിൽ വിവാഹമാകുകയില്ല. ഇതിനകത്തൊരു വഞ്ചന നടന്നതുകൊണ്ട് തീർച്ചയായിട്ടും ആ വിവാഹത്തിനൊരു വാലിഡിറ്റി ഇല്ലാതെ പോകും. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? അപ്പം അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, യേശു ക്രിസ്തു ദൈവമാണെന്ന അടിസ്ഥാന ബോധ്യം, ആ ബോധ്യത്തിലാണ് സഭ നിൽക്കുന്നത്. ഇനി വായിച്ചേ ബാക്കി. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടും. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മുമ്പിൽ പൈശാചിക ശക്തികൾ പ്രബലപ്പെടുകയില്ല. അഭിചാരം, മന്ത്രവാദം, കൂടോത്രം, ഇതിനെയൊക്കെ ഭയപ്പെടുന്ന പലരും ഉണ്ട്. പക്ഷേ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നവൻ്റെ മുമ്പിൽ അന്ധകാര ശക്തികൾ കീഴടങ്ങും. അവിടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. തിന്മയുടെ സ്വാധീന ശക്തികൾ, പൈശാചിക ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞു വീഴോടെ. പിന്നെ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം. ഒരു വ്യക്തി യേശു ദൈവമാണെന്ന് വിശ്വസിച്ചാൽ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ഒരു കൃപയാണ് എന്ത്? സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. എന്താ സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ? എന്താ സ്വർഗരാജ്യം? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഭവമാണ്. റോമ 14:17 ദൈവരാജ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിൻ്റെ അനുഭവമാണ്. യേശു ക്രിസ്തു ദൈവമാണെന്ന വിശ്വാസം, ആ വിശ്വാസമുണ്ടെങ്കിൽ ഇതാ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. അതിനുള്ള താക്കോൽ അവൻ്റെ കൈ കൊടുക്കും. എന്താണ് താക്കോൽ?
ഇനി താക്കോലിനെ കുറിച്ചാണ് പറയും. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും മറ്റൊരു വ്യക്തിയെ പിടിച്ചു കയറ്റാനുള്ള താക്കോൽ ആ വ്യക്തിക്ക്, ആ കൃപ ആ വ്യക്തിക്ക് ദൈവം കൊടുക്കും. നീ ഒരു യേശുക്രിസ്തുവിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ നീ പോയി ഇതാ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. എന്നിട്ട് അടുത്ത വചനം എന്താ പറഞ്ഞത്? നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നീ ഈ ഭൂമിയിൽ യേശുവിനെ ദൈവമായി വിശ്വസിച്ചവനാണെങ്കിൽ നീ മുട്ടുമേ നിന്ന് കരമുയർത്തി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗം മെകിളിൽ നിന്നും കൂടെ സഹായം വരും. ഉദാഹരണത്തിന് ഒരു പരീക്ഷയ്ക്ക് നമ്മൾ പോവുക, നമുക്ക് കാര്യമായിട്ടൊന്നും അറിയാൻ മേല, യേശുവിനെ കയ്യിൽ ബലമായി പിടിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ആ വ്യക്തി പ്രാർത്ഥിച്ചിട്ട് പോയാൽ അവൻ്റെ ബാക്കി കാര്യം ആര് നോക്കും? പരീക്ഷാ സമയത്ത് തമ്പുരാൻ നോക്കും. സാമ്പത്തികമായി തകർന്ന ഒരു ദൈവ പൈതലാണ്, അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവൻ്റെ ഭൗതിക മേഖലകളെ ദൈവം മുകളിൽ നിന്ന് പ്രത്യേകം ഇടപെട്ട് അനുഗ്രഹിക്കും. ഒരു ദൈവവൈതൽ യേശുവിനെ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ദൈവവൈതലാണെങ്കിൽ ആ വ്യക്തിയുടെ വിവാഹ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ, നല്ല ജീവിത പങ്കാളിയെ ദൈവം ആ വ്യക്തിക്ക് വേണ്ടി സെലക്ട് ചെയ്തുകൊണ്ട് കൊടുക്കും. അങ്ങനെ യേശുവിനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാൻ തുടങ്ങും. ഞാൻ ഈ തിരുവചനങ്ങൾ ബോധ്യപ്പെട്ട ശേഷം, ഞാൻ വൈദികനായിരിക്കുന്ന ശമ്മാശനായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ വചനങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ട് കിട്ടിയത്. പ്രിയമുള്ളവർ, അതിനുശേഷം ഞാൻ ഹൈറേഞ്ചിലാണ് ആദ്യമായിട്ട് ശുശ്രൂഷ ആരംഭിക്കാൻ പോയത്. അങ്ങനെ ഹൈറേഞ്ചിൽ ഒരു കൊച്ചു പള്ളിയിൽ പോയി താമസിക്കുക. അവിടെ താമസിക്കുന്ന കാലത്ത് 35 ഇടവ മാത്രമേ ഉള്ളൂ, വെറും 35 പേര്. അവിടെ പോയി രാവിലെ വല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് സുഖമായിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ആരും കാണാൻ വരാനില്ല, ഞാൻ ഒറ്റയ്ക്ക് അവിടെ ഇങ്ങനെ താമസിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആരും ഇല്ലാതെ ഈ പുള്ളി ഇങ്ങനെ ഈച്ചയും പിടിച്ച് ചൊറിയും കുത്തി ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ അവിടെ ചെറിയ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്നുണ്ടെന്ന് കേട്ടു, ധ്യാനമൊക്കെ പ്രാർത്ഥനയൊക്കെ, പക്ഷേ ആരും വരുന്നില്ലെന്നും കേട്ടു. അതുകൊണ്ട് ഞാൻ ഒരാളെയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, ആരാണ്? അന്നേരം പറഞ്ഞു, 2 പിള്ളേരുണ്ട്, ഒരമ്മയും. ഭർത്താവിനെ ആരോ കുത്തിക്കൊന്നതാണ്. ഈ 14 വയസ്സുള്ള മകൻ എളിയിലൊരു പിച്ചാത്തിയും തിരിയാണ് നടക്കുന്നത്. പിച്ചാത്തി എളി തിരി. കഴിഞ്ഞ ദിവസം അമ്മയ്ക്കിട്ട് തന്നെ ഒരൊറ്റ കുത്തു വെച്ച് കൊടുത്ത് കെറുക്കിട്ട്. അതാണ് ആള്. ഇവനെയും കൊണ്ടാണ് എന്നെ കാണാൻ വേണ്ടി വരുന്നത്. ഞാൻ എന്തായാലും പ്രിയമുള്ളവർ ഈ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി, യേശുവിൻ്റെ നാമത്തിലൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്നു. എന്തായാലും ഈ പയ്യൻ ഇവനെയും കൊണ്ട് വന്നു. ഞാനിവൻ വന്നു കഴിഞ്ഞ ശേഷം ഇവർക്ക് യേശുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു. അവൻ്റെ മുഖമാണെങ്കിൽ വളരെ ക്രൂരമായ മുഖമാണ്. അതിനുശേഷം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നു. അവനെന്നെ രൂക്ഷമായി നോക്കിയതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് തിരിഞ്ഞു നിന്നു. അപ്പോൾ ഒരു കൊച്ചു പയ്യന്നിപ്പോൾ ഉണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ നേരെ നിന്നു. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മേൽ, നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുകയും ഈ പയ്യൻ താഴേക്ക് വീണു. അതിനുശേഷം ഒരു പന്നി നടക്കുന്നത് പോലെ ഈ പള്ളിക്കകത്തൂടെ ഇങ്ങനെ വട്ടം കറങ്ങി നടക്കുകയാണ്. കുറച്ചു നേരമൊക്കെ ഞാൻ ഇവിടെ വാന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്നു. അരമണിക്കൂർ കഴിഞ്ഞ്, 3/4 മണിക്കൂർ കഴിഞ്ഞ്, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവൻ എഴുന്നേൽക്കുന്നില്ല. എനിക്ക് ആകെപ്പാടെ ഒരു ടെൻഷനായി. 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വിഷമിച്ചു. അപ്പോഴാണ് പണ്ട് ഞാൻ സ്കൂളിൽ തലകറങ്ങി വീണപ്പോൾ ടീച്ചർമാർ ചെയ്ത കാര്യം ഞാൻ ഓർത്തു. എന്താണ്? കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്ന് മുഖത്ത് തെളിച്ച് അതിനുശേഷം കുറച്ച് വെള്ളം കുടിപ്പിച്ച്, അതുകൊണ്ട് എൻ്റെ പ്രശ്നം തീർന്നു. അതുകൊണ്ട് അതേ പ്രയോഗം തന്നെ ഞാനും നടത്തി. കുറച്ച് വെള്ളം കൊണ്ടുവന്നു. പക്ഷേ ഞാൻ വെള്ളം കൊണ്ടുവന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ വാഴ്ത്തിയ ശേഷം ഇവൻ്റെ മോന്തയ്ക്ക് ഒഴിച്ചു. കുടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ഇവനെ പിടുത്തം കിട്ടുന്നില്ല. ഇവൻ്റെ ദേഹത്തേക്ക് വെള്ളം വീഴുകയും ഇവൻ തീ വീണതുപോലെ ഒരൊറ്റ പെട. വെള്ളമൊക്കെ തളിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് ബോധം വന്നു. ഞാൻ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടായി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇപ്പം നല്ല സുഖമുണ്ട്, തലയ്ക്കൊക്കെ തലവേദനയൊക്കെ മാറി, നല്ല ക്ഷീണമൊക്കെ മാറി. പ്രിയമുള്ളവരെ, പിറ്റേ ആഴ്ച മുതൽ അവരുടെ വീട്ടിൽ നല്ല സമാധാനം, പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്. അവർ എന്ന് പറഞ്ഞു, ഇതാ ഞങ്ങളുടെ വീട്ടിൽ ഒരു സമാധാനമില്ലായിരുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ചിരുന്നതാണ് അമ്മ പറഞ്ഞ്. ഇപ്പം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ട്. അവർ ആക്റ്റീവായി. അതോടുകൂടി പ്രിയമുള്ളവരെ,
യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ അവിടുന്ന് ക്രമേണ കുറേ ആളുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സംഗതി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് ഞാനൊരു ചെറിയ ധ്യാന ശുശ്രൂഷ നടത്താനായിട്ട് തീരുമാനിച്ചു. ഇതുപോലെ യുവതിയുവാക്കന്മാരുടെ ഒരു ധ്യാനം ഞാനങ്ങോട്ട് സംഘടിപ്പിച്ച്, യുവതിയുവാക്കന്മാരുടെ ധ്യാനമൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ കടാമുട്ടന്മാർ വന്നിരിപ്പുണ്ട്. അത് വന്നത് ഹൈ റേഞ്ച് മേഖലയിലാണ്. ഭയങ്കരമായിട്ട് ആമ്പിള്ളാരുടെ ഇടിയ. അപ്പോൾ ഇന്നത്തെ പോലെയല്ല. അന്ന് പ്രിയമുള്ളവർ ഒറ്റ പരിപാടിക്ക് വെച്ചാൽ ആരും വരികയില്ല. പക്ഷേ ഈ പരിപാടി വെച്ച് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ള ആമ്പിള്ളാർ കണ്ടമാനം വന്നിട്ടുണ്ട്. സാധാരണ ആമ്പിള്ളാർ ഒരു കാര്യത്തിനും കിട്ടുന്നതല്ല. അപ്പോൾ ഇവിടെ ആമ്പിള്ളാർ ഇടിച്ചു തള്ളി നിൽക്കുകയാണ്. പെൺപിള്ളാരും ഇഷ്ടം പോലെയുണ്ട്. അവർ വളരെ ആവേശത്തിലാണ്. വന്ന് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒരാളും പരസ്പരം സംസാരിക്കാൻ മേല. ഉടനെ കുറേ ചെറുപ്പക്കാരുടെയൊക്കെ മുഖം മങ്ങി. ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഏറ്റവും പുറകിൽ 4 ചെറുപ്പക്കാർ. ഇവരെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഗുണ്ടാ സ്റ്റൈലിലാണ് 4 പേരുടെ ഇരിപ്പ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ഒരുത്തൻ അനങ്ങിപ്പോയാലുണ്ടല്ലോ, അവനെ ഞാൻ അന്നേരം എടുത്ത് പുറത്ത് കളയും. അത് പേടിച്ചിട്ട് അവരിങ്ങനെ ഇരിക്കുക, കൈയും കെട്ടി അനങ്ങാതിരിക്കുക, ശില പോലെ. ധ്യാനത്തിൻ്റെ 3-4 ദിവസം കഴിഞ്ഞ് പ്രിയമുള്ളവരെ, ധ്യാനത്തിൻ്റെ 4-ാം ദിവസമായപ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലുള്ള വിശ്വാസം ഒക്കെ കേൾക്കാൻ തുടങ്ങി. ഒരു ചെറുപ്പക്കാരൻ ശകലം മുന്നോട്ട് കയറിയിരുന്നു. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ വ്യാഴാഴ്ച ദിവസം രാവിലെ ഫ്രണ്ടിൽ നിന്ന് നല്ലോണം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വെടി ഏറ്റിട്ടുണ്ട്. എന്തായാലും ധ്യാനം കഴിഞ്ഞു. ധ്യാനം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി സന്തോഷത്തോടെ. അത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ബാഗും തൂക്കി ആ മുമ്പിലേക്ക് വന്ന ആ ഏറ്റവും ബാക്കിലുള്ള ചെറുപ്പക്കാരിൽ ഒരാൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ ചോദിച്ചു, എന്നാ വന്നത്? ഉടനെ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാനിനി അച്ഛൻ്റെ കൂടെ താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. യേശു ദൈവപുത്രനാണെന്ന് മനസ്സിലായാൽ ആരുടെ കൂടെയാണ് താമസിക്കാൻ പോകേണ്ടത്? യേശുവിൻ്റെ കൂടെയാണ് താമസിക്കാൻ പോകും. പുള്ളി എൻ്റെ കൂടെ പോന്നു. അങ്ങനെ എൻ്റെ കൂട്ടത്തിൽ ഈ പുള്ളിയെ ഞാൻ നിർത്തി, ഈ പയ്യനെ. പ്രിയമുള്ളവരെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് തലവേദന ആരംഭിച്ചു. ഭയങ്കര തലവേദന. ഒരു കുഴപ്പമില്ലാതെ മനസമാധാനത്തോടെ പ്രാർത്ഥിച്ചും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചും സുഖമായി ജീവിച്ചിരുന്നത് എൻ്റെ എല്ലാ പ്രാർത്ഥനാനുഭവവും നഷ്ടപ്പെട്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തലവേദന, എനിക്ക് ഇരിക്കുന്ന പ്രാർത്ഥിക്കുമ്പോൾ അസ്വസ്ഥത, എന്താണ്? അപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നിൻ്റെ കൂടെ ഇപ്പോൾ ഒരുത്തൻ വന്ന് നിൽപ്പുണ്ട്, അവനെ ദൈവവചനം കൊടുത്ത് കൗൺസിലിംഗ് കൊടുത്ത് വിമോചിപ്പിക്കണം. ഞാൻ ഉടനെ ഈ പാർട്ടിയെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു. വന്നു. ഞാൻ വചനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. 1 വചനം കൊടുത്തു, 2 വചനം കൊടുത്തു, 3-ാമത്തെ വചനം കൊടുത്തപ്പോൾ പുള്ളിയുടെ മൂക്കിൽ കൂടിയെല്ലാം ഈ പനി വരുമ്പോൾ വരുന്ന പോലെ വെള്ളമൊക്കെ വരാൻ തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് വേദന എടുക്കുന്നു. ഇന്നലെ കിളച്ചതിൻ്റെയാണെന്ന് തോന്നുന്നു, ഭയങ്കര തലവേദന, എനിക്ക് പനി വരുന്നു. ഞാൻ തൊട്ട് നോക്കിയാൽ ചുട്ടുപൊള്ളുന്ന പനി. ഞാനെന്നാൽ വീട് വരെ ഒന്ന് പൊക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു, കൗൺസിലിംഗ് ആരംഭിച്ച ചത്താൽ പോലും ഞാൻ വിടുകയില്ല, കൗൺസിലിംഗ് കഴിയാതെ. ഇനി വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, അതുകൊണ്ട് കൗൺസിലിംഗ് തുടരാമെന്ന് പറഞ്ഞു. അങ്ങനെ കൗൺസിലിംഗ് അങ്ങോട്ട് നടത്തി. പ്രിയമുള്ളവരെ, കൗൺസിലിംഗ് നടത്തി വന്നു കഴിഞ്ഞപ്പോഴാണ് പ്രിയമുള്ളവരെ, പുള്ളി പോകാത്ത ദുരാചാരങ്ങളൊന്നുമില്ല. പുള്ളി അടി, പിടി, തൊഴി, പിന്നെ എന്താണ്, രാഷ്ട്രീയ പ്രവർത്തനം, കോളേജിൽ അടി, ഇതെൻ്റെ ലിസ്റ്റായി ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു, ആരെയെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഇല്ല, ഉപദ്രവിച്ചിട്ടില്ല. ഒരു കല്ലെടുത്ത് ഒരുത്തൻ്റെ കലക്കിട്ട് ഒരു ഇടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചോണ്ട്, മാനസികമായിട്ട് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? മാനസികമായിട്ട് വേദനിപ്പിച്ചിട്ടില്ല, ശാരീരികമായിട്ട് കണ്ടമാനം ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ ലിസ്റ്റെല്ലാം എഴുതിയെടുത്ത ശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുള്ളിമുള്ളവരെ, പുള്ളിക്കാരൻ ഒരു കവുങ്ങ് നിന്ന് ആടുന്ന പോലെ ആടുക, ഇങ്ങനെ ആടുക, കണ്ണടച്ചെന്ന് ആടിക്കൊണ്ടിരിക്കും. എനിക്കറിയാവുന്ന സകല പിശാചി ബഹിഷ്കരണ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിൻ്റെ വരവിനുള്ള പ്രാർത്ഥനകളും സങ്കീർത്തനങ്ങളും ചൊല്ലിത്തീർന്ന് എല്ലാം കഴിഞ്ഞിട്ടും പുള്ളി ആടിക്കൊണ്ട് നിൽക്കും. അവസാനം ഞാൻ വേർത്ത് കുളിച്ച്, തണുപ്പുള്ള സ്ഥലമാണ്, വേർക്കുകയില്ല അവിടെ. ആ സ്ഥലത്ത് ഞാൻ വേർത്ത് കുളിച്ച് കസേരയിൽ കുറേ നേരം ഇരുന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വചനം നൽകി. 2 തെസലോനിക്ക 2:8.
കർത്താവ് യേശു ക്രിസ്തു തൻ്റെ വായിൽ നിന്നുള്ള നിശ്വാസത്താൽ അവനെ സംഹരിക്കും. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ഈ വ്യക്തിക്ക് മാമോദീസായി കൂതുന്ന പോലെ ഇയാളുടെ മുഖത്തേക്ക് നൂതി. പ്രിയമുള്ളവരെ, നിമിഷങ്ങൾക്കുള്ളിൽ ഈ ചെറുപ്പക്കാരൻ ഇതാ ബോധമറ്റ് താഴെ വീണ്. ഞാനിങ്ങനെ നോക്കുമ്പോൾ കിടപ്പുണ്ട്, ഒരനക്കവുമില്ല. ഞാൻ കൈ വെച്ച് നോക്കി, ശ്വാസം വരുന്നുണ്ട്, കയ്യാൽ അതറിയാൻ പറ്റുന്നുണ്ട്, അനങ്ങാതെ കിടക്ക്. ഞാൻ കുറേ നേരം പ്രാർത്ഥിച്ച് 10-15 മിനിറ്റ് നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ കണ്ണ് തുറന്നു പുറത്തു. കണ്ണ് തുറന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? എന്നാന്നറിയാൻ മേല ഷൂ നിറച്ച് കേട്ട് ഞാൻ പിന്നെ ഫ്ലാറ്റായിപ്പോയി. എന്താണെന്ന് എനിക്കറിഞ്ഞു കൂടാ. പുള്ളി ആ വീഴ്ച വീണിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റതാണ്. പിന്നെ ഒരു പുരോഹിതനായിട്ട് ദേറാക്കാരനായിട്ട് പൊങ്ങി വന്നത്. കർത്താവ് പറഞ്ഞു, ഇതാ യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ സഭയെ പണിയും. ഇതാ ഒരു രാഷ്ട്രീയ മേഖലയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇതാ ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടു. അതിനുശേഷം പ്രിയമുള്ളവർ, ഞാൻ വയനാട്ടിലൊരു സ്ഥലത്ത് പോയി ധ്യാനം നടത്താൻ പോകുമ്പോൾ പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു, അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ, പാട്ട് പാടാൻ ആളില്ല, ഓർഗൻ വായിക്കാൻ ആളില്ല. ഞാൻ തന്നെയാണ് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആളുകൾ പറയാൻ തുടങ്ങി, അച്ഛൻ പ്രസംഗിച്ചാൽ മതി, പാട്ട് പാടിയാൽ ഒരുപക്ഷെ ആളുകൾ ഇനി ധ്യാനത്തിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആളുകളുടെ നിർബന്ധത്തെ പ്രതി ഞാൻ പതുക്കെ പാട്ട് നിർത്തിയിട്ട് പാട്ടറിയാവുന്നവരെ കൊണ്ട് പാടിക്കാൻ തുടങ്ങി. എന്തായാലും പാട്ട് പാടാനൊരു ചെമ്മാച്ചൻ കൂടെയുണ്ട്. ഈ ചെമ്മാച്ചൻ എൻ്റെ കൂടെ വരുമെങ്കിലും പല സ്ഥലത്തേക്കും പോകുമ്പോൾ ചെമ്മാച്ചൻ പറയും, അച്ഛൻ അങ്ങ് പൊക്കൂ, ഞാൻ പുറകെ വന്നോളാം എന്ന് പറയും. കാരണം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ ബസ്സിലൊക്കെ കയറിയിരുന്ന് കഴിഞ്ഞാൽ പ്രിയമുള്ളവർ, അന്നത്തെ കാലത്ത് ഒച്ചത്തിലങ്ങ് പ്രാർത്ഥന തുടങ്ങും. ഞാൻ പറയും, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവന് സർവ്വശക്തൻ്റെ തണൽ കഴിയുന്നവൻ. ഏതാ വണ്ടി മറിയാതിരിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിൻ്റെ സംരക്ഷണം വചനം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഈ വണ്ടി മറിയാതിരിക്കണ്ടേ, അതിനു വേണ്ടി സങ്കീർത്തനം തുടങ്ങും. ചെമ്മാച്ചനാണ് നാണം കെട്ടിട്ട് കണ്ണൊക്കെ അടച്ചിരുന്ന് ചൊല്ലും. അപ്പോൾ ഞാനതിൽ തോണ്ടിയിട്ട് പറയും, ചൊല്ലിക്കോളാൻ പറയും, ചൊല്ലിക്കോ, സംരക്ഷണം കിട്ടും. പുള്ളി അതുകൊണ്ട് അടുത്ത ബസ്സിനെ വരത്തുള്ളൂ. വയനാട്ടിലേക്കുള്ള യാത്രയിലെ ഏകദിന ധ്യാനമൊക്കെ നടത്താൻ പോയപ്പോഴും പുള്ളി എന്ത് ചെയ്യും പറയും, ഞാൻ അടുത്ത ട്രെയിനിന് വന്നേക്കാമെന്ന് പറയും. അങ്ങനെ പുള്ളിക്കാരനിങ്ങനെ എൻ്റെ കൂടെ വരത്തില്ല. അപ്പോഴാണ് ഒന്നിച്ചുള്ള ഒരു യാത്ര, ഒരു ധ്യാനമാണ്. വയനാട്ടിൽ ഒരു 100 പേരുടെ താമസിച്ചുള്ള ധ്യാനം. ഞങ്ങളിവിടുന്ന് പോവുകയാണ്. ഒരു ഓർഗൻ വായിക്കാൻ ഒരു പയ്യനെ ബുക്ക് ചെയ്തിരുന്നു. ഞാൻ കോട്ടയത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് ചെമ്മാച്ചൻ വിളിച്ച് പറയുന്നത്, ഓർഗൻ വായിക്കാനുള്ള ആൾ വരത്തില്ല. ഞാൻ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഒരാളെ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ചെമ്മാച്ചൻ പോയി ഒരാളെ കണ്ടുപിടിച്ച് കോട്ടയം സെൻറ്റ് ജോസഫിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ ചെറുപ്പക്കാരനെ കണ്ട് ഒന്ന് ഞെട്ടി. ഞാൻ ചെമ്മാച്ചൻ്റെ ചെവി ചോദിച്ചു, ഈ പുള്ളിയെ മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ആരെയും കിട്ടിയില്ലേ? അതിന് ഈ പുള്ളി നല്ലോണം വായിക്കുമെന്ന് പറഞ്ഞു. സൂപ്പർ വായനക്കാരനാണ്. ഇന്ന് മാത്രമല്ല, അത്യാവശ്യം വേണേൽ പാടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നും മിണ്ടിയില്ല. പ്രിയമുള്ളൊരു ഈ ചെറുപ്പക്കാരനെ എനിക്ക് പണ്ട് പരിചയമുള്ള ആളാണ്. ഞാനൊരിക്കൽ ചെമ്മാശനായിട്ട് ഒരു സ്ഥലത്തൂടെ നടന്നു പോവുക. അങ്ങനെ നടന്നു പോകുമ്പോൾ ഈ പയ്യൻ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ചുകൊണ്ട് എൻ്റെ പുറകെ. എന്നെ കണ്ട ഉടനെ ഈ ചെറുപ്പക്കാരൻ നിർത്തിയിട്ട് ചോദിച്ചു, ചെമ്മാച്ചൻ കവലയ്ക്കാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, എൻ്റെ വണ്ടിയെ കയറിക്കോളാം. ഞാനോടത്ത് നല്ലൊരു പരോപകാരമൊക്കെ ചെയ്യുന്ന നല്ലൊരു ചെമ്മാച്ചൻ, കൊള്ളാം. ഞാൻ ആ ഓട്ടോറിക്ഷയിൽ കയറി. കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ, പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഈ ബൈബിളിലൊക്കെ യേശു ക്രിസ്തു അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ ശരിയാണ്, വെള്ളത്തിന് മീതെ നടന്നു, 5 അപ്പം കൊണ്ട് 5000, എല്ലാം കറക്റ്റാണ്, ദൈവവചനമല്ലേ. അന്നേരം ചോദിച്ചു, ഈ കാലഘട്ടത്തിൽ അപ്പോൾ അങ്ങനത്തെ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പിന്നെ നടക്കും. ഇപ്പോൾ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ ഉണ്ട്. നായിക്കം പറമ്പിൽ അച്ഛൻ തളർവാദ രോഗികളൊക്കെ എഴുന്നേപ്പിച്ച് നടത്തി എത്രയോ സാക്ഷ്യങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ഉടനെ പുള്ളി ചോദിച്ചു, ഈ ബൈബിളിൽ സ്തേഫാനോസ് എന്ന് പറഞ്ഞ ഒരാളില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞുണ്ട്. അതാരാ? ഞാൻ പറഞ്ഞു, ആദ്യത്തെ ചെമ്മാശന്മാരിലൊരാളാണ്. അപ്പോൾ ബൈബിളിൽ സ്തേഫാനോസ് ചെമ്മാശൻ കൃപാവരവും ശക്തിയും കൊണ്ട് നിറഞ്ഞ് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി എന്നെ ഇനി പറയാൻ പോകുന്നു. ചെമ്മാച്ചന്മാർ കൃപാവരവും ശക്തിയും നിറഞ്ഞ് പല അത്ഭുതങ്ങളും നടത്തൂ. ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ട, ബസ് വന്നിട്ടുണ്ട്, ഞാനിവിടെ ഒന്ന് ഇറങ്ങാമെന്ന് പറയാം.
അവിടുന്ന് ഞാൻ ഓടിച്ചെന്ന് ബസ്സിൽ കയറി പോയിട്ട് പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഓട്ടോറിക്ഷ അവിടെ അങ്ങനെ കടന്നാൽ ഞാൻ സ്ഥലം വിടും. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഞാൻ പെട്ടു. എൻ്റെ കൂടെ ആദ്യത്തെ ധ്യാനത്തിന് ഓർഗൻ വായിക്കാൻ വരുന്നത് പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളിലെല്ലാം സംശയമുള്ള ആൾ. അതുകൊണ്ട് ഞാൻ പുള്ളിയെ കണ്ടിട്ട് പരിചയമില്ലാത്ത മട്ടിൽ നിന്നു. ഞാൻ പറഞ്ഞു, ധ്യാനങ്ങൾക്ക് പോകുമ്പോൾ പരസ്പരം സംസാരിക്കാൻ പാടില്ല ആരും. ദൈവവചനം വായിക്കണം. അതുകൊണ്ട് നമുക്ക് വായിക്കാം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ സങ്കീർത്തനം ഒന്നും സങ്കീർത്തനം വായന തുടങ്ങി. വയനാട്ടിൽ ചെന്നപ്പോൾ 150 സങ്കീർത്തനം തീരുന്നിടം വരെ ഞാൻ വായിച്ചു. എന്നിട്ട് പിന്നെ ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നു. സംസാരിക്കാൻ അവസരമില്ല, കാരണം പുള്ളി ചോദിക്കത്തില്ലേ. ഈ ധ്യാനത്തിന് കൃപാവരവും ശക്തിയും നിറഞ്ഞ പുരോഹിതന് അധികാരമുണ്ടല്ലോ. അപ്പം രോഗികൾ വല്ലതും സുഖപ്പെടും, ഇതൊക്കെ ചോദിക്കാൻ വേണ്ടി പുള്ളി തയ്യാറെടുത്തിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഒളി കണ്ടിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രിയമുള്ളവരെ വയനാട്ടിൽ ധ്യാനം അങ്ങോട്ട് ആരംഭിച്ച് ആദ്യത്തെ ധ്യാനം അങ്ങോട്ട് നടന്ന് യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന വെളിപ്പെടുത്തലുകൾ അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടി 8 വർഷമായി ക്ഷാമവാത രോഗമുണ്ടായിരുന്ന ഒരു സ്ത്രീ കുമ്പസാരം കഴിഞ്ഞതോടുകൂടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, 8 വർഷമായി ഉണ്ടായിരുന്ന എൻ്റെ ആമവാത രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറിയതായി എനിക്ക് ഫീൽ ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഞാൻ ഭയങ്കര സന്തോഷവാനായിരുന്നു. കാരണം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അടയാളങ്ങൾ വ്യക്തമായി പ്രകടമായി ആദ്യത്തെ ധ്യാനത്തിൽ തന്നെ. പിറ്റേ ദിവസം രാവിലെ ആളുകളെ പ്രാർത്ഥന തുടങ്ങി. പ്രിയമുള്ളവർ, പ്രാർത്ഥന ആരംഭിക്കുകയും ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാകാൻ തുടങ്ങി. കടമറ്റം സേവയും മറ്റേ സേവയും മറിച്ച സേവയൊക്കെ ആയിട്ടിരുന്ന കുടുംബങ്ങളെല്ലാം സ്വതന്ത്രമായി. തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോയി. രോഗികൾക്ക് അവിടെ സൗഖ്യം കിട്ടി. ഒരു ആദിവാസി പയ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ മേലാത്ത ജീപ്പേല കൊണ്ടുവരുന്നത്. അവസാനത്തെ ദിവസം അവൻ നടന്ന് ആ വേദനയൊക്കെ മാറിയിട്ട് നടന്ന് വീട്ടിലേക്ക് പോയി. അങ്ങനെ ദൈവം ഇടപെട്ടു. ഞാൻ തിരിച്ചു പോരാൻ സമയമായപ്പോൾ 8 വർഷം ആമവാത രോഗം ബാധിച്ച സ്ത്രീയുടെ മകൻ വന്നിട്ട് ചോദിച്ചു, ഞാനും കൂടെ പോരട്ടെ? ഞാൻ പറഞ്ഞു പോരാൻ പറഞ്ഞു. എൻ്റെ കൂടെ പോന്നു. ഓർഗനൊക്കെ വായിച്ചുകൊണ്ട് നിന്നിരുന്ന പാർട്ടി എന്നോട് വന്ന് ചോദിച്ച്, യേശു ക്രിസ്തു ദൈവമാണെന്നും ഇന്നും ജീവിക്കുന്നുവെന്നും ബോധ്യപ്പെട്ടു. ഇനിയും എനിക്കെന്നാ എടുക്കാനാ ഓട്ടോറിക്ഷ? പുള്ളി ഓട്ടോറിക്ഷ ദൂരോട്ട് കളഞ്ഞു. പുള്ളി ആ ഓട്ടോയോട് ദൂരോട്ട് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഞാനും പോരുക എന്ന് പറഞ്ഞു. എൻ്റെ കൂടെ അങ്ങ് പോന്നു. 2 പേര് ഇങ്ങ് പോന്നു. ആ 2 പേരും പ്രിയമുള്ളവർ പിൽക്കാലത്ത് തങ്ങളുടെ ജീവിതം കർത്താവിന് സമർപ്പിച്ച് വിവാഹ ജീവിതം വേണ്ടെന്ന് വെച്ച് സന്യാസികളായി തീർന്നു. അങ്ങനെ പ്രിയമുള്ളവർ, യേശു ദൈവപുത്രനാണെന്ന് ബോധ്യം ഉണ്ടായപ്പോൾ സഭ പണിയപ്പെടാൻ തുടങ്ങി. ദൈവവിളികൾ ഉണ്ടാകാൻ തുടങ്ങി. ബോധ്യങ്ങളുണ്ടാകാൻ തുടങ്ങി.